നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസയുടെ ഭാവി എന്താണെന്ന് ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. ഗാസയെ ഫ്രഞ്ച് റിവിയറെ പോലുള്ള ഒരു സുന്ദര വിനോദ വിശ്രമ ഉല്ലാസ കേന്ദ്രമാക്കണമെന്ന് ട്രംപ് അനുയായികളും ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ട അറബ് രാജ്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ഗാസ നാഗസാക്കിയോ ഹിരോഷിമയോ പോലെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും മുറവിളി കൂട്ടുന്നു. എന്നാൽ ഗാസയിലെ പൗരന്മാർ നാളെ എന്താണെന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ്. വെറും ശവപ്പറമ്പ് മാത്രമായെങ്കിലും ഗാസ അവരുടെ വീടാണ്. ഗാസ അവരുടെ വീടാണ്. അവർ കുടുംബം പടുത്തുയർത്തിയത് അവിടെയാണ്. അവരുടെ പ്രതീക്ഷകൾ ആ മണ്ണാണ്. അവിടെ മുഴുവൻ കിളച്ചുമറിച്ച് സുഖവാസ കേന്ദ്രമാക്കുമ്പോൾ ആ നാട്ടിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരൻ എവിടേക്ക് പോകും? വംശീയ ഉന്മൂലനമാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് നാനാഭാഗത്തു നിന്നും ആക്ഷേപമുയരുന്നു. ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ആളുകളെ ഈജിപ്തും ജോർദാനും ചേർന്ന് ഏറ്റെടുക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അറബ് രാജ്യങ്ങൾ എതിർപ്പുയർത്തിയതോടെ ഈ പദ്ധതി വളരെ വേഗത്തിൽ തന്നെ നിരാകരിക്കപ്പെടുകയാണ് ചെയ്തത്. പിന്നാലെയാണ് ഗാസയുടെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിനുള്ള അറബ് പദ്ധതി എന്താണെന്ന് കേൾക്കാൻ തയ്യാറാണ് എന്ന സൂചന ട്രംപ് നൽകിയതും. മരണത്തിന്റെയും വിനാശത്തിന്റെയും പ്രതീകമായാണ് ഗാസ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഹമാസ് ഗാസയെ അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. ജനങ്ങളോട് കരുണയില്ലാത്ത അവർ ഈ പ്രദേശത്തെ ഏറ്റവും അപകടകരമായ മേഖലയാക്കി മാറ്റുകയും ചെയ്തു. അതിനാൽ പലസ്തീനോ ഹമാസിനോ ഭരിക്കാനുള്ള അവസരം നൽകില്ല എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നുമുണ്ട്. ജന്മദേശം വിട്ടുപോകുന്നതിനും അപ്പുറം ദുരിതമില്ല എന്ന് ഗാസക്കാരും ഒച്ചയിടുന്നു. ഗാസ ആര് ഭരിക്കുമെന്നോ ഏത് ലോകശക്തി ഏറ്റെടുക്കുമെന്നോ ഒന്നും തന്നെ സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ ഭയം നാളെ പുലരുമ്പോൾ ജീവനോടെ ഉണ്ടാകുമോ എന്നാണ് ആളുകൾ പ്രതികരിക്കുന്നത്. വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഒരു വശത്ത് തുടരുകയാണെങ്കിലും യുദ്ധം പൂർണ്ണമായും ഒഴിവായി എന്ന് പറയാറായിട്ടില്ല. താൽക്കാലിക വിരാമത്തിനപ്പുറം ഇരുകൂട്ടരും യുദ്ധത്തിന്റെ പേരിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തകർന്ന തരിപ്പണമായ ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. അതിനായി 21 ലക്ഷം ഗാസക്കാരെ പക്ഷേ ഒഴിപ്പിക്കേണ്ടതുണ്ട്. തലമുറകളായി ഗാസയിൽ ജീവിക്കുന്ന ജനലക്ഷങ്ങളെ അവിടെ നിന്ന് നിഷ്കരണം പുറത്താക്കുക, ശതകോടീശ്വരന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു സ്വർഗലോകമായി ആ സ്ഥലം മാറ്റിയെടുക്കുക, ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത്. ട്രംപിന്റെ ഈ തലതിരിഞ്ഞ ആശയത്തെ പക്ഷേ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈയടിച്ച് പിന്താങ്ങുകയായിരുന്നു. ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ട്രംപിന്റെ പദ്ധതി. അതിർത്തിക്കപ്പുറത്താണ് ട്രംപിന്റെ ചിന്ത. പരമ്പരാഗത ചിന്തകളെയും സമീപനങ്ങളെയും തകർക്കാനുള്ള സന്നദ്ധതയാണ് ട്രംപ് കാണിക്കുന്നതെന്നുമെല്ലാം നെതന്യാഹു അഭിപ്രായപ്പെട്ടിരുന്നു. ഏറെക്കുറെ അപ്രായോഗികമായ ട്രംപിന്റെ പ്ലാനിന്റെ കടയ്ക്കൽ തന്നെ പക്ഷേ അറബ് രാഷ്ട്രങ്ങൾ കത്തിവച്ചിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ കടൽ തീരത്ത് കിടക്കുന്ന 365 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗാസ 5 വർഷങ്ങൾക്കിടയിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പുനർനിർമ്മിക്കുക. അതാണ് $53 ശതകോടി ചെലവ് മതിക്കുന്ന അറബ് പ്ലാൻ. അറബ് ലീഗിന് പുറമെ 57 അംഗ ഇസ്ലാമിക സഹകരണ സംഘടന കൂടി അംഗീകരിച്ചതോടെ അത് അറബ് ഇസ്ലാമിക് പ്ലാൻ എന്നും അറിയപ്പെടാൻ തുടങ്ങി. യുദ്ധം തകർത്ത ഗാസയെ 5-6 വർഷം കൊണ്ട് പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വച്ചത്. ട്രംപിന്റെ പദ്ധതിയിൽ നിന്ന് വിഭിന്നമായി ഗാസയിലെ ജനങ്ങളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാതെ പുതിയ ഗാസയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദേൽ ഫത്ത എൽ സിസി അറബ് ഉച്ചകോടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേൽ തകർത്ത ഗാസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ടാണ് അറബ് രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ ചേർന്നത്. ബലപ്രയോഗത്തിലൂടെ ഗാസയിൽ സമാധാനം കൈവരിക്കാനാകില്ല എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ ഈജിപ്ത് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്ക് ഉള്ളതെല്ലാം കൂട്ടിപ്പെറുക്കി നാട് വിടേണ്ടി വരില്ല എന്നതാണ് ഈജിപ്ത് പദ്ധതിയുടെ പ്രധാന ആകർഷണം. ഇസ്രയേൽ പൂർണ്ണമായും തകർത്ത ഗാസയെ പുനർനിർമ്മിക്കാനും സമാധാനവും സുരക്ഷയും നിലനിർത്തിക്കൊണ്ട് പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം പുനഃസ്ഥാപിക്കാനുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 17 വർഷങ്ങൾക്ക് ഫത്തയും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്നായിരുന്നു ഗാസയിൽ അധികാരം കൈയാളിയിരുന്ന പലസ്തീൻ അതോറിറ്റി ഈ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഇടക്കാല സഹായങ്ങൾ, പുനർനിർമ്മാണം, ഭരണം എന്നിങ്ങനെ 3 പ്രധാന ഘട്ടങ്ങളിലായാണ് ഈജിപ്ത് തങ്ങളുടെ പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 6 മാസത്തോളം നീളുന്നതാണ്. പലസ്തീൻ അതോറിറ്റിക്ക് കീഴിലുള്ള വിദഗ്ധരാണ് ഈ ഘട്ടത്തിന് മേൽനോട്ടം വഹിക്കുന്നത്.
2 ലക്ഷം താൽക്കാലിക വീടുകളുടെ നിർമ്മാണവും 1,00,000-ലധികം കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളും ഈ ഘട്ടത്തിൽ ഉൾപ്പെടും. 12 ലക്ഷം ആളുകളുടെ പുനരധിവാസത്തിനായാണ് ഇത് ഉൾപ്പെടുന്നത്. $3 ബില്യൺ ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ടമാണ് പുനർനിർമ്മാണം. സാധാരണ നിലയിലുള്ള 4 ലക്ഷം വീടുകൾ ഈ ഘട്ടത്തിൽ നിർമ്മിക്കും. വെള്ളം, മാലിന്യ സംസ്കരണം, ടെലികോം, വൈദ്യുതി എന്നിവയുടെ പുനഃസ്ഥാപനവും ഈ ഘട്ടത്തിലാണ് നടക്കുക. 30 മാസം കൊണ്ട് മുഴുവൻ ജനതയ്ക്കും വീട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനും പുറമെ വ്യാവസായിക മേഖലകൾ, മത്സ്യബന്ധന മേഖലകൾ, വാണിജ്യ തുറമുഖങ്ങൾ, വിമാനത്താവള നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്ന ഈ ഘട്ടത്തിന് $20 ബില്യൺ കണക്കാക്കുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിൽ ഭരണമാണ്. ആദ്യഘട്ടത്തിലെ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാണ് മാനുഷിക സഹായങ്ങൾ കൈകാര്യം ചെയ്യുകയും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു സ്റ്റിയറിംഗ് മാനേജ്മെന്റ് കമ്മിറ്റി ഈ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും അല്ലാതെയും പിന്തുണയ്ക്കും. $30 ബില്യൺ പ്രതീക്ഷിക്കപ്പെടുന്ന ചെലവ്. ഈ 2 ഘട്ടങ്ങളും ചേർന്ന് 4 മുതൽ 5 വർഷം വേണ്ടിവരുമെന്നാണ് ഈജിപ്റ്റ് കണക്കാക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഈജിപ്റ്റ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഗാസയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഹമാസിന് പകരമായി പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ ഒരു സ്വതന്ത്ര സംഘത്തെ രൂപീകരിക്കുമെന്നാണ് പറയുന്നത്. മാനുഷിക സഹായത്തിന് മേൽനോട്ടം വഹിക്കാൻ ഈ സാങ്കേതിക സർക്കാരിനെയാണ് ചുമതലപ്പെടുത്തുക. ഒപ്പം ഇത് ഗാസ ഭരിക്കാൻ പലസ്തീൻ അതോറിറ്റിക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഗാസയിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് സൂചന നൽകിയിട്ടുള്ളത്. സുരക്ഷാ രംഗത്തിനു വേണ്ടി പലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി ഗാസയിലേക്ക് അയക്കാൻ തയ്യാറാണെന്ന് ഈജിപ്തും ജോർദാനും ഉറപ്പു നൽകി. പുനർനിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗാസയിലെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു സമാധാന ദൌത്യത്തിന് അംഗീകാരം നൽകുന്നത് പരിഗണിക്കണമെന്ന് ഇരു രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ഗാസയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. നിർമ്മിക്കും, സ്വന്തമാക്കും എന്നതായിരുന്നു ട്രംപിന്റെ നയം. യുദ്ധകലുഷിതമായ ഗാസയെ പച്ചപ്പും സൗന്ദര്യവും നിറഞ്ഞ ഭൂപ്രദേശമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ച ഒരു യുദ്ധാനന്തര ഗാസയുടെ വീഡിയോയും കൂടി ട്രംപ് പുറത്തുവിട്ടിരുന്നു. ഗാസയെ റിവേര ഓഫ് മിഡിൽ ഈസ്റ്റ് ആക്കി മാറ്റുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് ട്രംപ് വിശേഷിപ്പിച്ചത്. മേഖല ഏറ്റെടുക്കുന്നതിനോടൊപ്പം സ്ഥലത്തെ അപകടകരമായ ബോംബുകളും മറ്റു ആയുധങ്ങളും നിർവീര്യമാക്കുമെന്നും കെട്ടിടങ്ങളും താമസ സ്ഥലങ്ങളും പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് പരിധിയില്ലാത്ത തൊഴിലവസരങ്ങൾ നൽകുമെന്നും പറയുന്നു. പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന മേഖലയായി ഗാസയെ വളർത്തലാണ് വിഭാവനം ചെയ്യുന്നത്. തന്റെ വികസന പദ്ധതിക്കു ശേഷം ലോകമെമ്പാടുമുള്ള ആളുകൾ ഗാസയിൽ താമസിക്കുന്നത് താൻ സങ്കല്പിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി ലോകവ്യാപക ചർച്ചകൾക്കും വഴി തുറന്നു. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് വംശീയ ഉന്മൂലനമാണ് ട്രംപ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം പൗരന്മാരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുന്നത് യുദ്ധക്കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത്. ട്രംപ് ചെയ്യാനൊരുങ്ങുന്നത് കടുത്ത കുറ്റമാണെന്ന് ഇതോടെ സംഘടനകൾ കുറ്റപ്പെടുത്തി. യുദ്ധക്കെടുതി നിറഞ്ഞ ഒരു പ്രദേശത്തെ ദശലക്ഷക്കണക്കിന് പൗരന്മാരെ മാറ്റിപ്പാർപ്പിച്ച് ഒരു ആഡംബര റിസോർട്ട് നിർമ്മിക്കുക എന്ന ആശയം അപ്രായോഗികവും യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും കാലിഫോർണിയ സർവകലാശാലയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് വിഭാഗം ഡയറക്ടർ പ്രതികരിച്ചു. കടുത്ത അമർഷത്തോടെയാണ് ഗാസ പൗരന്മാരും ഈ പദ്ധതിയോട് പ്രതികരിച്ചത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഗാസ ഞങ്ങളുടെ വീടാണ്, അവിടെ നിന്ന് ഇറങ്ങാൻ പറയുന്നത് ഞങ്ങളെ അനാഥരാക്കുന്നതിന് തുല്യമാണെന്ന് ചിലർ പറഞ്ഞു. ഞങ്ങൾ എവിടേക്കാണ് പോവുക? ഞങ്ങളെ രാജ്യമില്ലാത്തവരാക്കരുതെന്ന് 60 വയസ്സുകാരനായ ഒരു പൗരൻ പറയുന്നു. അതിർത്തികൾ തുറന്ന് സന്നദ്ധരായവർക്ക് മറ്റിടങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞാലും താൻ ഗാസ വിട്ടു പോവില്ല എന്നാണ് വയോധികരായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഹമാസും ട്രംപിന്റെ പദ്ധതിയെ നിരാകരിക്കുകയാണ്. അസംബന്ധമെന്നാണ് ട്രംപിന്റെ പദ്ധതിയെ ഹമാസ് വിശേഷിപ്പിച്ചത്. ട്രംപ് വിഭാവനം ചെയ്ത പദ്ധതി വിശാലമാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അപ്രായോഗികമാണെന്നാണ് പരക്കെയുള്ള വിലയിരുത്തൽ. മാത്രമല്ല, അറബ് രാഷ്ട്രങ്ങൾ ഈ പദ്ധതിയോട് അനുകൂലിച്ചിട്ടുമില്ല. ഗാസയ്ക്ക് മേൽ അധികാരമോ സ്വാധീനമോ ഇല്ലാത്തിടത്തോളം അമേരിക്കയ്ക്ക് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാനാവില്ല. മാത്രമല്ല, പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് തീർത്തും അസംഭവ്യവുമാണ്. ഈജിപ്തും ജോർദാനും സൗദി അറേബ്യയും ട്രംപിന്റെ ഈ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പദ്ധതി അംഗീകരിക്കാൻ അറബ് രാഷ്ട്രങ്ങൾ തയ്യാറാവാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഈജിപ്തിന്റെ പദ്ധതി കേൾക്കാൻ ട്രംപ് തയ്യാറായത്. തുടർന്നായിരുന്നു കെയ്റോയിൽ അറബ് രാഷ്ട്രങ്ങൾ അടിയന്തര ഉച്ചകോടി തീർന്നത്.
ഈജിപ്തിന്റെ പുനർനിർമ്മാണ പദ്ധതിയെ ഹമാസും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ പലസ്തീൻ അതോറിറ്റി വീണ്ടും അധികാരത്തിൽ വരുന്നത് ഹമാസ് അംഗീകരിക്കുമോ എന്നത് വ്യക്തമാക്കിയിട്ടില്ല. പലസ്തീൻ അതോറിറ്റിയുടെ കാര്യത്തിൽ ഇസ്രയേലും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എങ്കിലും ട്രംപിന്റെ പദ്ധതി ഉദാത്തമാണെന്ന നിലപാടിലാണ് ഇസ്രയേൽ. അറബ് രാഷ്ട്രങ്ങൾക്ക് ഏറെക്കുറെ സ്വീകാര്യമായ പദ്ധതിയാണ് ഈജിപ്ത് മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്നാൽ പകരത്തിന് പകരമെന്നോണം ട്രംപോ വൈറ്റ് ഹൌസോ ഈ പദ്ധതിയെ അംഗീകരിച്ചില്ല. അറബ് പദ്ധതി ഗാസയുടെ നിലവിലെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണിപ്പോൾ ഗാസ. മണ്ണും കെട്ടിടാവശിഷ്ടങ്ങളും നിറഞ്ഞ മേഖലയിൽ മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയില്ല എന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ബ്രയാൻ ഹൂക്സ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണം, ഹമാസിന്റെ ഭാവി, സാമ്പത്തിക ഉറവിടം തുടങ്ങിയ പ്രധാന ചോദ്യങ്ങൾക്ക് ഗാസ 2030 പദ്ധതി ഉത്തരം നൽകുന്നില്ല. ഇത് വളരെ വലിയ പദ്ധതിയാണ്, പക്ഷേ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഈജിപ്തിന്റെ പദ്ധതിക്ക് തുടക്കത്തിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നതെങ്കിലും ദിവസങ്ങൾ പിന്നിടുമ്പോൾ വൈറ്റ് ഹൌസും അയയുന്ന മട്ടാണ്. പശ്ചിമേഷ്യയിലെ US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഗാസ 2003 നല്ല പദ്ധതിയുടെ ആദ്യപടിയെന്ന് വിശേഷിപ്പിച്ചു. വിറ്റ്കോഫിന്റെ പ്രതികരണത്തിന് മണിക്കൂറുകൾക്കിപ്പുറം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞത് പദ്ധതി ഒരു തരത്തിലും ഗാസയുടെ ആവശ്യങ്ങളെ നേരിടുന്നതല്ല എന്നാണ്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ഈ നിർദ്ദേശത്തെ അപര്യാപ്തമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഗാസ ആരെ ഏറ്റെടുക്കും എന്നുള്ളതും ഗാസയുടെ ഭാവി എന്താണ് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. മലയാളി വാർത്ത ഇൻസൈറ്റ്.